വചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ തീത്തോസിന്റെ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11 മുതൽ 14 വരെ വായിക്കാം. ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സസ് 11 to 14. ടൈറ്റസ് 2:11 to 14. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ച മോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് കർത്താവിന്റെ വരവിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ചിലര് അത് ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 2 പ്രാവശ്യം കഴിഞ്ഞതിന്റെ മുമ്പത്തെ പ്രാവശ്യം 2 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൽ നിന്ന് കർത്താവിന്റെ വരവിന് വേണ്ടി നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കർത്താവിന്റെ സന്നിധാനം വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. കർത്താവ് സുവിശേഷം അനുസരിക്കാത്തവർക്ക് പ്രതികാരം ചെയ്യാനായിട്ടാണ് വരുന്നത് എന്നുള്ള ഭയപ്പെടുത്തുന്ന ആ സത്യം നാം ചിന്തിക്കുകയുണ്ടായി. രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിച്ച് ഇരിക്കുന്നവരും വളരെ വലിയ അപകടത്തിലാണ്. വാസ്തവത്തിൽ രക്ഷയുടെ അനുഭവം ഇല്ലാതെ ഏതെങ്കിലുമൊക്കെ ചുറ്റുപാടിൽ രക്ഷിക്കപ്പെട്ടതാണ് ഞാൻ എന്ന് വിചാരിച്ച് സ്നാനപ്പെട്ട് സഭയിലൊക്കെ കൂടി നടക്കുന്ന അനേകർ ഇന്ന് ക്രൈസ്തവ സഭകളിലുണ്ട്. അവര് വളരെ വലിയ അപകടത്തിലാണ്. കർത്താവ് വരുമ്പോൾ കർത്താവിന്റെ സന്നിധാനം വിട്ട് അകന്ന് അവർ നിത്യശിക്ഷാവിധി അനുഭവിക്കുമെന്നുള്ള ഭയാനകമായ ആ സത്യം ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുകയുണ്ടായി. ഇന്നത്തെ ക്രിസ്തീയ ലോകത്തിലെ വളരെ വലിയൊരു അപകടമാണത് എന്ന് ഞാൻ ആവർത്തിച്ച് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. രക്ഷിക്കപ്പെട്ടു എന്ന് ധരിച്ച് ഇരിക്കുന്ന ആളുകൾ. സ്പർജന്റെ 2 പ്രസംഗങ്ങൾ ഈ അടുത്തിടെ കാണാനായിട്ടിടയായി. അതിന്റെ ടൈറ്റിൽസ്, അതിന്റെ തലവാചകങ്ങൾ ഈ കാര്യം ഓർപ്പിക്കുന്നതാണ്. ഞാൻ ആ പ്രസംഗം കേട്ടില്ല, യൂട്യൂബിലുണ്ട്, നമുക്ക് ആർക്ക് വേണമെങ്കിലും കേൾക്കാം. അതിലൊരു പ്രസംഗത്തിന്റെ തലവാചകം ഹെൽ വിൽ ബി ഫുൾ ഓഫ് പീപ്പിൾ ഫെൽറ്റ് സേവ്. രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾ അനേകര് നരകത്തിൽ കാണും എന്നാണ് പ്രസംഗത്തിന്റെ ടൈറ്റിൽ. ഹെൽ വിൽ ബി ഫുൾ ഓഫ് പീപ്പിൾ ഫെൽറ്റ് സേവ്. രക്ഷിക്കപ്പെട്ടെന്ന് തോന്നിയ അനേക ആളുകളാൽ നരകം നിറഞ്ഞിരിക്കും എന്നാണ് ഒരു പ്രസംഗം. മറ്റേ പ്രസംഗം ബൈബിൾ ഇൻ ഹാൻഡ് ആൻഡ് സോൾ ഇൻ ഹെൽ. കയ്യിൽ വേദപുസ്തകവും ആത്മാവ് നരകത്തിലും. അതാണ് വേറൊരു പ്രസംഗം. കയ്യിൽ വേദപുസ്തകം പിടിച്ചിട്ടുണ്ട്, പക്ഷെ ആള് നരകത്തിൽ പോവുക. ഇത് വളരെ വലിയൊരു അപകടമാണ്. ഇന്നത്തെ ക്രിസ്തീയ കൂട്ടങ്ങളിൽ, നമ്മുടെ കൂട്ടത്തിലും ഇത് വലിയ അപകടമാണ്. അതുകൊണ്ട് ഞാൻ അന്ന് ഓർപ്പിച്ചതുപോലെ രക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കമാണ്. കഴിഞ്ഞ പ്രാവശ്യം അതോട് ബന്ധപ്പെടുത്തി കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്ന തെസ്സലോനിക്കരെ കുറിച്ചാണ് സംസാരിച്ചത്. നിങ്ങൾ ചിലരത് ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 1 തെസ്സലോനിക്കർ 1-ാം അധ്യായത്തിൽ കർത്താവിനെ കാത്തിരിക്കുന്ന ആളുകളുടെ ലക്ഷണങ്ങൾ, അവരുടെ ജീവിതങ്ങൾ എങ്ങനെയുള്ളതാണ് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദോസ് ഹു ആർ വെയിറ്റിംഗ് ഫോർ ദ കമ്മിങ് ഓഫ് ദ ലോർഡ്. അതിൽ നാം 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ട് ചിന്തിച്ചു. അവര് വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞവരാണ്. They have turned to God from idols. അത് മാത്രമല്ല, അവർ കർത്താവിനെ സേവിക്കുന്നവരാണ്. സേവിക്കുക എന്നുള്ളത് സ്ലേവിങ് എന്നുള്ള വാക്കാണ് ഞാൻ ഓർപ്പിച്ചു. They have a new master. They are serving the Lord like slaves. അവര് കർത്താവിനെ സേവിക്കുന്ന ആളുകളാണ്. മൂന്നാമത് അവരെ കുറിച്ച് ഒരു കാര്യം ആ ഭാഗത്ത് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അതിന്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവിനെ അനുകരിക്കുന്നവരാണ്. They are followers of the Lord Jesus Christ. അപ്പോൾ കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കുന്ന ഈ കാത്തിരിക്കുന്ന ഈ തെസ്സലോനിക്കര് വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് തിരിഞ്ഞവരാണ്. They have turned to God from idols. രണ്ടാമത്, they are serving the Lord, acknowledging his lordship. അവന്റെ കർത്തൃത്വം ജീവിതത്തിൽ അംഗീകരിച്ചുകൊണ്ട് അവനെ സേവിക്കുന്നവരാണ്. മൂന്നാമത്, they are a group of people who are following the Lord. അവർ കർത്താവിനെ അനുഗമിക്കുന്ന ആളുകളാണ്. കർത്താവ് ആളുകളെ വിളിച്ചപ്പോഴെല്ലാം എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാണ് വിളിച്ചത്. അതൊരു ലൈഫ് ലോങ് അനുഗമനമാണ്. എന്നെ അനുഗമിക്കാന്ന് കർത്താവ് വിളിച്ചപ്പോൾ
കുറച്ചുനാൾ എൻ്റെ കൂടെ നടക്കുന്നല്ല അതിൻ്റെ അർത്ഥം. ജീവിതകാലം മുഴുവൻ എൻ്റെ പിന്നാലെ വരിക എന്നാണ്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. കർത്താവ് അങ്ങനെയാണ് എല്ലാവരും വിളിച്ചത്. ഇന്നും കർത്താവ് വിളിക്കുന്നവർ ജീവിതകാലം മുഴുവൻ അവനെ അനുഗമിക്കുന്നവരായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോ കർത്താവ് വരുന്നത് കാത്തിരിക്കുന്ന തെസ്സലോനിക്കരുടെ ചില ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. ഇന്ന് നാം വായിച്ച വേദഭാഗത്തും കർത്താവിനെ കാത്തിരിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ 13-ാം വാക്യത്തിൽ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട്, വെയിറ്റിംഗ് ഫോർ ദ അപ്പിയറിംഗ് ഓഫ് ആർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശ്വാസികളുടെ കാര്യമാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ആട്ടെ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുടെ കാര്യം ഇവിടെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് അതിന്റെ 11-ാം വാക്യത്തിൽ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഗ്രേസ് ദാറ്റ് സേവ്സ് ഓൾ മെൻ ഹാവ് അപ്പിയർഡ്. എല്ലാവർക്കും രക്ഷിക്കപ്പെടാൻ വഴിയൊരുക്കുന്ന രക്ഷ, ദൈവകൃപ ഉദിച്ചു. അതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, രക്ഷാകരമായ ദൈവകൃപയുടെ വേലയാൽ രക്ഷിക്കപ്പെട്ടവരാണ് ഈ കാത്തിരിക്കുന്ന ആളുകൾ. അല്ലാത്തവർക്ക് കാത്തിരിക്കാൻ സാധിക്കുകയില്ല. താഴെ അവരെ കുറിച്ചാണ് അവര് തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ കർത്താവിന്റെ വരവനായി കാത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഒന്നാമത് നമ്മൾ നേരത്തെയും പറഞ്ഞതുപോലെ ദൈവത്തിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാ. All those who are waiting for the return of the Lord Jesus are those who are saved by the grace of God. ഈ 11-ാം വാക്യം വളരെ മനോഹരമായൊരു വാക്യമാണ്. ആ വാക്യത്തിൽ പല കാര്യങ്ങൾ കൃപയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഒന്ന്, the source of this grace is God. ഈ കൃപയുടെ ഉറവിടം ദൈവമാണ്. കാരണം ദൈവകൃപ, ദൈവത്തിന്റെ കൃപ. അപ്പൊ ഈ കൃപയുടെ ഉറവിടം, സോഴ്സ്, ഉത്ഭവസ്ഥാനം ദൈവമാണ്. രണ്ട്, ഈ കൃപയുടെ പ്രവൃത്തി, the work of this grace is salvation, saving people. ഈ കൃപയുടെ പ്രവൃത്തി ആളുകളെ രക്ഷിക്കുക എന്നുള്ളതാണ്. മൂന്ന്, the scope of this grace. ഈ കൃപയുടെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ ഈ കൃപ ആരെയെല്ലാം ബാധിക്കുന്നു, അതുകൂടെ പറഞ്ഞിട്ടുണ്ട്, സകല മനുഷ്യരെയും. അപ്പോൾ കൃപയെക്കുറിച്ച് 3 കാര്യം ആ കൊച്ചു വാക്യത്തിലുണ്ട്. ഒന്ന്, ഈ കൃപയുടെ ഉറവിടം ദൈവമാണ്, ദൈവത്തിന്റെ കൃപ. രണ്ട്, ഈ കൃപയുടെ പ്രവൃത്തി ആളുകളെ, സ്ത്രീ പുരുഷന്മാരെ രക്ഷിക്കുക എന്നുള്ളതാണ്, സേവിങ്. മൂന്നാമത്, ഈ കൃപയുടെ വ്യാപ്തി, ഈ കൃപ എല്ലാവരെയും രക്ഷിക്കുന്നതാണ്. അങ്ങനെയുള്ള ദൈവകൃപ ഉദിച്ചു. ആ ദൈവകൃപയാൽ രക്ഷിക്കപ്പെട്ട ആളുകളുടെ കാര്യമാണ് താഴെ പറയുന്നത്. അവര് കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്നവരാണ്. നമ്മിൽ രക്ഷിക്കപ്പെട്ടവര്, ദൈവമക്കൾ, അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു കാര്യം കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുക എന്നുള്ളതാണ്. ഇവിടെ അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത്, ആ രക്ഷിക്കപ്പെട്ടവരെ, കൃപയാൽ രക്ഷിക്കപ്പെട്ടവരെ കൃപ ശിക്ഷിച്ച് വളർത്തുന്നു. അതിന്റെ 13-ാം വാക്യത്തിന്റെ ഒടുവിൽ, അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അത് എന്ന് പറയുന്നത് കൃപയെ ഉദ്ദേശിച്ചാണ്. So grace that saves also instructs. അവിടെ ശിക്ഷിച്ച് വളർത്തുക എന്ന് പറഞ്ഞിരിക്കുന്നത് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ്. ശിക്ഷിച്ച് വളർത്തുക, ടീച്ച് ബൈ ഡിസിപ്ലിൻ, ടീച്ച് ഗിവിംഗ് പേഴ്സണൽ അറ്റൻഷൻ. വ്യക്തിപരമായി ഓരോരുത്തരെയും ശ്രദ്ധിച്ച് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അവരെ പാലിക്കുക. അതാണ് അവിടെ ശിക്ഷിച്ച് വളർത്തുക എന്നുള്ള വാക്കിന്റെ അർത്ഥം. അപ്പോൾ ദൈവത്തിന്റെ കൃപ ആരെയെല്ലാം രക്ഷിക്കുമോ അവരെ എല്ലാവരെയും ശ്രദ്ധയോടെ പാഠങ്ങൾ പഠിപ്പിച്ച്, അല്ലെങ്കിൽ മാതാപിതാക്കൾ അല്ലെങ്കിൽ ട്യൂഷൻ ടീച്ചറ് കുട്ടികളെ ശ്രദ്ധയോടെ പഠിപ്പിക്കുന്നത് പോലെ നമ്മെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ കൃപ നമുക്ക് പല പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നു. അതാണ് കൃപയുടെ അടുത്ത കാര്യം. ഒന്നാമത്, കൃപ രക്ഷിക്കുന്നു. കൃപ രക്ഷിക്കുന്നതോടുകൂടി ഇട്ടേച്ചു പോവുകയാണ്. നീ രക്ഷിക്കപ്പെട്ടു, ഇനി സ്വർഗത്തിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് കൃപ നമ്മെ വിട്ടുപോവുകയല്ല. രക്ഷിക്കുന്ന കൃപ ഈ ലോക ജീവിതത്തിന്റെ അന്ത്യം വരെ നമ്മെ നിലനിർത്തും.
സസ്റ്റൈനിങ് ഗ്രേസ് എന്നൊരു വാക്ക് ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നിലനിർത്തുന്ന കൃപ. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ പൗലോസിന് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ കൃപ വൈഷമ്യങ്ങൾ നിന്നെ നിലനിർത്തുന്നതാണ്. അതാണ് സസ്റ്റൈനിങ് ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ കൃപ രക്ഷിക്കുക മാത്രമല്ല, കൃപ രക്ഷിക്കുന്ന എല്ലാവരെയും കൃപ നിലനിർത്തും, അല്ലെങ്കിൽ കൃപ സഹായിക്കും, കൃപ സംരക്ഷിക്കും, കൃപ താങ്ങും. ഇവിടെ അതിന്റെ വേറൊരു വശം പറഞ്ഞിരിക്കുകയാണ്, രക്ഷിക്കപ്പെടുന്നവരെ കൃപ പഠിപ്പിക്കും. Grace will not only save you, the grace that saves you will teach you by discipline, will give personal attention to you and train you. നിന്നെ വ്യക്തിപരമായി ശ്രദ്ധിച്ച് നിന്നെ കൃപ പഠിപ്പിക്കും. അപ്പൊ ഏതുവരെയാ പഠിപ്പിക്കുന്നത്? അതിന്റെ മറ്റേ അറ്റം, ആദ്യത്തെ ഈ അറ്റം രക്ഷിക്കുക എന്നുള്ളതാണ്. മറ്റേ അറ്റം എന്താ? മറ്റേ അറ്റം കർത്താവിന്റെ വരവാണ്. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ, ഈ ലോക ജീവിതത്തിന്റെ അന്ത്യം എന്ന് പറയുന്നത്, മരണം അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. ഈ കൃപയുടെ ഒരു പ്രത്യേക, കൃപയുടെ പ്രവർത്തനം രക്ഷിക്കപ്പെടുമ്പോൾ തുടങ്ങും, എന്നാൽ അത് കൾമിനേറ്റ് ചെയ്യുന്നത്, അത് അവസാനിക്കുന്നത് കർത്താവിന്റെ വരവിലാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ഓപ്പറേഷൻ ഓഫ് ഗ്രേസ് ഇൻ സാൽവേഷൻ ഈസ് എ കണ്ടിന്യൂസ് ലൈഫ് ലോങ് വർക്ക് until grace finds its consummation in glory. രക്ഷിക്കുന്ന കൃപയുടെ പ്രവർത്തനം ഒടുവിൽ കർത്താവിന്റെ വരവിൽ നാം തേജസ് പ്രാപിക്കുന്ന ആ നിമിഷം വരെ കൃപയുടെ വേല നമ്മിൽ തുടർന്നുകൊണ്ടിരിക്കും. അത് നമ്മിൽ എല്ലാവരിലും കാണണം. രക്ഷിക്കപ്പെട്ട എല്ലാവരിലും ആ കൃപയുടെ പ്രവർത്തനം കാണണം. രക്ഷിക്കപ്പെട്ടതോടുകൂടെ എല്ലാം തീർന്നു, രക്ഷിക്കപ്പെട്ടു, ഇനി ഞാൻ സ്വർഗത്തിൽ പോവുകയാണ്, ഇനി എങ്ങനെയൊക്കെ ജീവിക്കുക, അങ്ങനല്ല. രക്ഷിക്കപ്പെട്ട ഒരാളിൽ കൃപയുടെ പ്രവർത്തനം തുടർമാനമായിട്ട് കാണണം. എന്നിവരെ കാണണം? കർത്താവിന്റെ മടങ്ങി വരവ് വരെ ആ കൃപയുടെ പ്രവർത്തനം കാണണം. അപ്പോ ഓപ്പറേഷൻ ഓഫ് ഗ്രേസ് ഇസ് എ കണ്ടിന്യൂസ് ലൈഫ് ലോങ് പ്രോസസ് കൺസ്യൂമേറ്റിംഗ് ഇൻ ദ റിട്ടേൺ ഓഫ് ദ ലോർഡ്. കർത്താവ് മടങ്ങി വരുന്ന ആ സമയം വരെ, രക്ഷിക്കപ്പെടുന്ന സമയം മുതൽ ആ സമയം വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് കൃപയുടെ വേല ഹൃദയങ്ങളിൽ നടക്കുന്നത്. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത് കാണാം. അപ്പോ കൃപയുടെ വേലയുടെ ആരംഭം എപ്പോഴാണ്? രക്ഷിക്കുമ്പോഴാണ്. അതിന്റെ മുടിവ് എപ്പോഴാണ്? തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ, അല്ലെങ്കിൽ കർത്താവ് വരുമ്പോഴാണ് ഈ ലോകത്തിൽ നിന്ന് ആ കൃപയുടെ വേല തികച്ച് നമ്മെ കർത്താവ് കൊണ്ടുപോകുന്നത്. നമ്മിൽ നല്ല വേല ആരംഭിച്ചവൻ കർത്താവിന്റെ നാളിനോളം അതിനെ തികയ്ക്കുമെന്നൊരു പ്രയോഗം പൗലോസിന്റെ മറ്റൊരു ലേഖനത്തിലുള്ളത് നമുക്കറിയാം. നമ്മിൽ നല്ല വേല ആരംഭിച്ചവൻ പകുതി വെച്ച വേല ഇട്ടേച്ചു പോവുകയല്ല. രക്ഷിക്കപ്പെട്ട ആരെയും കർത്താവ് പകുതി വെച്ച് ഇട്ടേച്ചു പോവുകയല്ല. രക്ഷിക്കപ്പെട്ടവരിൽ ആരംഭിക്കുന്ന വേല അവർ ഈ ലോകം വിടുന്നത് വരെ, അല്ലെങ്കിൽ കർത്താവിന്റെ പ്രത്യക്ഷത വരെ, നാം മഹത്വം പ്രാപിക്കുന്നത് വരെ ആ വേല കൃപ തുടർന്നുകൊണ്ടിരിക്കും. ആട്ടെ, എന്താണ് ഈ കൃപ പഠിപ്പിക്കുന്ന പാഠങ്ങൾ? വാട്ട് ആർ ദ ലെസൺസ് ദാറ്റ് ഗ്രേസ് ടീച്ചേഴ്സ്? വാട്ട് ആർ ദ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ഗ്രേസ് ഗിവ്സ്? കൃപ നൽകുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? അവിടെ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? 13-ാം വാക്യം നോക്കുക. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കാനായിട്ട് ആദ്യം കൃപ പഠിപ്പിക്കും. ഇനി അതിന്റെ 2-ാം ഭാഗത്ത് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കാനായിട്ട് പഠിപ്പിക്കും. അപ്പോൾ കൃപയുടെ കരിക്കുലം, കൃപയുടെ സിലബസ്, കൃപയുടെ പാഠ്യപദ്ധതിയുടെ ആദ്യ ഭാഗം നെഗറ്റീവാണ്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, വിടേണ്ട കാര്യങ്ങൾ. കൃപയുടെ കരിക്കുലത്തിന്റെ സിലബസിന്റെ 2-ാം ഭാഗം ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട കാര്യങ്ങളാണ്. സോ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ കരിക്കുലം that grace teaches is negative. Things that you should not do, things that you should live. The second part of the curriculum is things that they should follow. അവര് പിൻപറ്റേണ്ട കാര്യങ്ങൾ. ആദ്യം പറഞ്ഞിരിക്കുന്നത് വിട്ടുകളയേണ്ട കാര്യങ്ങളാണ്. കൃപ പഠിപ്പിക്കുന്ന 1-ാമത്തെ പാഠ്യം ഭക്തികേട് വർജിക്കുക. വർജിക്കുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ ചില തർജ്ജമകളിലൊക്കെ സേ നോ എന്നാണ്. NIV അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ സേ നോ, ഭക്തികേടിനോട് നോ എന്ന് പറയണം. ഭക്തികേടിനെ വിലക്കണം, ഭക്തികേടിനെ എതിർക്കണം.
രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മളെല്ലാവരും ഭക്തികേടിൽ ജീവിച്ചിരുന്നവനാണ്. നമ്മളത് വായിക്കുന്നുണ്ട് റോമാലേഖനത്തിലും. നമ്മൾ അഭക്തരായിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവരും അഭക്തരായിരുന്നു. വി വർ ഓൾ ലിവിങ് ഇൻ അൺഗോഡ്ലിനെസ് ബിഫോർ വി വർ സേവ്ഡ്. രക്ഷിച്ചു കഴിയുമ്പോ ആ അഭക്തിയുള്ള ലോകത്തിൽ തന്നെയാ പിന്നെയും ജീവിക്കുന്നത്. രക്ഷിക്കപ്പെടുന്ന സ്വർഗത്തിലോട്ട് പോവുകയല്ല. ഈ അഭക്തിയുള്ള ലോകത്തിൽ ജീവിച്ച നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞും ഈ അഭക്തിയുടെ നടുവിൽ തന്നെയാണ് കർത്താവ് വരുന്നവരെ ജീവിക്കേണ്ടത്. പക്ഷേ ഒരു വ്യത്യാസം, രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ ഈ അഭക്തിയോട് നോ 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 എന്ന് പറഞ്ഞ് വേണം ജീവിക്കാൻ. അഭക്തിയോട് വേണ്ട വേണ്ട, എനിക്ക് തന്നെ വേണ്ട, ഐ റിഫ്യൂസ് യു, ഐ റിജക്ട് യു, ഐ ഡിനൈ യു എന്ന് പറഞ്ഞ് വേണം ജീവിക്കാൻ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ചുറ്റും നാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളാണ് എന്ന് വരികിലും നമ്മുടെ ചുറ്റും അഭക്തിയുണ്ട്. പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ അഭക്തിയുണ്ട്, കോളേജിലുണ്ട്, സ്കൂളിലുണ്ട്, നാം ജീവിക്കുന്ന സമൂഹത്തിലുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്, നമ്മുടെ കാഴ്ചകളിലുണ്ട്, ടി വിയിലുണ്ട്, ഫോണിലുണ്ട്, മാസികയിലുണ്ട്, പുസ്തകത്തിലുണ്ട്, പത്രത്തിലുണ്ട്, കൂട്ടുകെട്ടിലുണ്ട്, മനുഷ്യരുടെ സംസാരങ്ങളിലുണ്ട്. ഈ ലോകം ഭക്തികെട്ട ലോകമാണ്. ഭക്തികെട്ട ലോകത്തിലാണ് സകല ഭക്തികേടിനെയും വർജിച്ച് നാം ജീവിക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ രക്ഷിക്കപ്പെട്ട നമ്മുടെ ഒരു ചുമതല ഭക്തികേട് വർജിക്കുക എന്നുള്ളതാണ്. എന്താ ഈ ഭക്തികേട് എന്ന് പറയുന്നത്? പല ആശയങ്ങൾ അതിൽ നിന്ന് പറയാൻ കഴിയും. ഇംഗ്ലീഷിൽ ഭക്തികേട് എന്നുള്ളത് അൺഗോഡ്ലിനെസ് എന്നാണ്. അതിന് ലളിതമായൊരു നിർവചനം, എനിത്തിങ് അൺലൈക്ക് ഗോഡ്, എനിത്തിങ് ദാറ്റ് ഡസ് നോട്ട് സൂട്ട് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്. ദൈവ സ്വഭാവത്തിന് നിരക്കാത്തത് എല്ലാം ഭക്തികേടാണ്. ദൈവത്തിന് പ്രസാദകരമല്ലാത്ത, ദൈവ സ്വഭാവത്തിന് നിരക്കാത്തതെല്ലാം ഭക്തികേടാണ്. എനിത്തിങ് ദാറ്റ് ഡസ് നോട്ട് സൂട്ട് ദ ക്യാരക്ടർ ഓഫ് ഗോഡ്, ദൈവ സ്വഭാവത്തിന് നിരക്കാത്തത്. അത് മാത്രമല്ല, ഫെയിലിംഗ് ടു ഗിവ് ഗോഡ് ഹിസ് ഡ്യൂ പ്ലേസ്, ദൈവത്തിന് ജീവിതത്തിൽ കൊടുക്കേണ്ട ഭക്തി സ്ഥാനം കൊടുക്കാത്തത് ഭക്തികേടാണ്. ഡിസ്റിഗാർഡിംഗ് ഹിസ് പ്രിസെപ്റ്റ്സ് ആൻഡ് കമാൻഡ്സ്, ദൈവത്തിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അവഗണിക്കുന്നത് ഭക്തികേടിന്റെ ലക്ഷണമാണ്. ബീങ് അൺകൺസേൺഡ് വെദർ മൈ കോണ്ടക്ട് പ്ലീസസ് ഓർ ഡിസ്പ്ലീസസ് ഗോഡ്, എന്റെ പ്രവൃത്തി ദൈവത്തിന് ഹിതകരമാണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ചിന്തയില്ലാതെ ജീവിക്കുക. എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യും, അത് ദൈവത്തിന് ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് എനിക്ക് വിഷയമല്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്നത് ഭക്തികേടാണ്. ഇതെല്ലാം ഭക്തികേടിന്റെ വകഭേദങ്ങളാണ്. അപ്പോൾ എന്താ ഭക്തികേട് എന്ന് പറഞ്ഞാൽ? ദൈവത്തിന് ജീവിതത്തിൽ കൊടുക്കുന്ന സ്ഥാനം കൊടുക്കാതിരിക്കുക, ദൈവത്തിന് ഹിതമാണോ അല്ലയോ എന്ന് അന്വേഷിക്കാതെ ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുക, ദൈവ സ്വഭാവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ അതെല്ലാം വർജിക്കാനായിട്ട് ഈ കൃപ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോ ഈ രക്ഷിക്കുന്ന കൃപ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ശിക്ഷിച്ച് വളർത്തുന്ന കൃപ കൂടെയാണ്. സേവിങ് ഗ്രേസ് ഈസ് ഓൾസോ ട്രെയിനിങ് ഗ്രേസ്. രക്ഷിക്കുന്ന കൃപ പഠിപ്പിക്കുന്ന, ഇൻസ്ട്രക്റ്റിംഗ്, ടീച്ചിങ് ഗ്രേസ്, അത് പഠിപ്പിക്കുന്ന, നിർദ്ദേശങ്ങൾ തരുന്ന കൃപ കൂടെയാണ്. അപ്പൊ ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മള്, ഭക്തികേടിന് നടുക്ക് ജീവിക്കുന്ന നമ്മള് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭക്തികേട്, ദൈവത്തിന് പ്രസാദകരമല്ലാത്ത എന്തെല്ലാം നമ്മുടെ ചുറ്റുമുണ്ടോ, നമ്മെ ആകർഷിക്കുന്നുണ്ടോ, അതിനോടെല്ലാം മനഃപൂർവ്വമായി നോ പറഞ്ഞ് നാം ജീവിക്കണം. കൃപയെക്കുറിച്ച് ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ കൃപയുടെ ഒരു പ്രത്യേകത, ഗ്രേസ് ഈസ് നോട്ട് എ ലൈസൻസ് ടു ലിവ് ആസ് യു ലൈക്ക്, ഗ്രേസ് ഗിവ്സ് us the power to live as we should. കൃപ എന്ന് പറയുന്നത് എങ്ങനെയും ജീവിക്കാനുള്ള ലൈസൻസ് അല്ല. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ചില ആളുകളുണ്ട്. ദൈവം കൃപാലുവാണ്, അതുകൊണ്ട് ഇപ്പൊ എങ്ങനെ ജീവിച്ചാലും സാരമില്ല. ഒരിക്കൽ ഒരാള് വേറൊരാൾക്ക് ഒരു എഴുത്തെഴുതി, ഒരു സഹോദരൻ വേറൊരു സഹോദരൻ. അപ്പൊ ആ സഹോദരൻ മറുപടി അയക്കാൻ ഒത്തിരി വൈകി. ഒടുവിൽ പിന്നെ മറുപടി അയച്ചു. അപ്പൊ മറുപടിയിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, നിങ്ങളുടെ എഴുത്ത് എനിക്ക് കിട്ടിയായിരുന്നു, പക്ഷേ മറുപടി അയക്കാൻ വൈകിപ്പോയി. ആഫ്റ്റർ ഓൾ വി ആർ അണ്ടർ ഗ്രേസ്, ഏതായാലും നമ്മൾ കൃപായുഗത്തിലാണല്ലോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാധാരണ വിശ്വാസിയുടെ ചിന്ത, കൃപായുഗത്തിലായാൽ അല്പസ്വല്പ ഉഴപ്പ് സാരമില്ല, അതാണ് കൃപായുഗം. അങ്ങനല്ലേ വിചാരിച്ചിരിക്കുന്നത് അല്ലെ? ദൈവം കൃപാലുവാ, കൃപായുഗത്തിൽ അതുകൊണ്ട് കുറച്ച് കുഴപ്പമൊക്കെ കാണിച്ചാൽ ഒന്നും സാരമില്ല, എഴുത്തിന് സമയത്തും കാലത്തും മറുപടി എഴുതിയില്ലേലും സാരമില്ല, കാരണം എന്താ? ദൈവം കൃപാലുവാ. അതല്ല കൃപയുടെ അർത്ഥം.
കൃപയെന്ന് പറയുന്നത് എങ്ങനെയും ജീവിക്കാൻ ലൈസൻസ് തരുന്നതല്ല. ഗ്രേസ് ഡസ് നോട്ട് ഗിവ് us ലൈസൻസ് ടു ലിവ് ആസ് വി പ്ലീസ്, ബട്ട് ഗ്രേസ് ഗിവ്സ് us ദ പവർ ടു ലിവ് ആസ് വി ഷുഡ്. നാം ജീവിക്കേണ്ടത് പോലെ ജീവിക്കുവാൻ നമുക്ക് പ്രാപ്തി നൽകുന്നതാണ് കൃപയെന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടം പോലെ ജീവിക്കാൻ എനിക്ക് അനുവാദം നൽകുന്നതല്ല ദൈവകൃപ. ഞാൻ ജീവിക്കേണ്ട വണ്ണം ജീവിക്കുവാൻ എനിക്ക് പ്രാപ്തി നൽകുന്നതാണ് ദൈവകൃപ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് മടങ്ങി വരാം. ഭക്തികേടിനോട് നോ എന്ന് പറഞ്ഞ് ജീവിക്കാൻ ദൈവകൃപ നമുക്ക് പ്രാപ്തി നൽകും. പ്രിയപ്പെട്ടവരെ, നാം രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും ഈ ജഡത്തിൽ ജീവിക്കുന്നതുകൊണ്ട് പൗലോസ് പറഞ്ഞ പോലെ ഈ ജഡത്തിൽ യാതൊരു നന്മയും വസിക്കുന്നില്ല. നമ്മുടെ സ്വന്തം കഴിവിൽ വിശുദ്ധിയായി ജീവിക്കാനോ ഭക്തിയായി ജീവിക്കാനോ അഭക്തിയെ നേരിടാനോ നമുക്ക് ആർക്കും കഴിയുകയില്ല. അനുദിനം ദൈവത്തിന്റെ കൃപ പ്രാപിച്ചാൽ മാത്രമേ, ദൈവത്തിന്റെ സഹായം പ്രാപിച്ചാൽ മാത്രമേ ഭക്തികേടിനോട് നോ എന്ന് പറഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് നാം മനസ്സിലാക്കണം. In our day-to-day life, we should receive the grace of God so that we may be empowered, strengthened to say no to all ungodliness. സകല ഭക്തിയോടും നോ പറഞ്ഞു വേണം ജീവിക്കാൻ. ഇനി രണ്ടാമത്, ഭക്തികേടിന്റെ നെഗറ്റീവ് ലെസൺസിൽ രണ്ടാമത് നാം വിടേണ്ടത് പ്രപഞ്ചമോഹങ്ങൾ, ലസ് ഓഫ് ദിസ് വേൾഡ്. എന്താ പ്രപഞ്ചമോഹം എന്ന് പറഞ്ഞാൽ? പ്രപഞ്ചമോഹം എന്ന് പറഞ്ഞാൽ ക്രേവിംഗ് ഫോർ വേൾഡ്ലി പ്ലഷേഴ്സ്, ലോക സുഖങ്ങൾക്ക് വേണ്ടിയുള്ളതായ താല്പര്യം എന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടി, പ്രതാപത്തിന് വേണ്ടി, പേരിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടിയൊക്കെ ഉള്ളതായ താല്പര്യം, അമിതമായ താല്പര്യം. ലോക മനുഷ്യരെ നിയന്ത്രിക്കുന്ന ആഗ്രഹങ്ങളാണ് പ്രപഞ്ചമോഹങ്ങൾ. ഈ ലോകത്തിലെ മനുഷ്യരെ നിയന്ത്രിക്കുന്നത് എന്താണ്? ഈ ലോകത്തിലെ രക്ഷിക്കപ്പെടാത്ത ആളുകളെ നിയന്ത്രിക്കുന്ന എന്താ? ലോക മനുഷ്യരുടെ ലക്ഷണം അവരാഗ്രഹിക്കുന്നത് എങ്ങനെയും പണം ഉണ്ടാക്കണം, പ്രതാപം വേണം, പ്രശസ്തി വേണം, പേര് വേണം, സുഖം വേണം, കംഫർട്ട് വേണം. അതിനെന്തും ചെയ്യും. എന്ത് കള്ളത്തരം വേണേലും കാണിക്കും, എത്ര നുണ വേണേലും പറയും, എത്ര കൈക്കൂലി വേണേലും മേടിക്കും, എന്തെല്ലാം കള്ളത്തരം വേണമെങ്കിലും മനുഷ്യർ കാണിക്കും. എന്തിനാ കാണിക്കുന്നത്? സുഖമായിട്ട് ജീവിക്കണം, സംതൃപ്തിയായിട്ട് ജീവിക്കണം, ലക്ഷറിയിൽ ജീവിക്കണം. അപ്പോ ലോക മനുഷ്യർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, തിങ്സ് ദാറ്റ് ദ പീപ്പിൾ ഇൻ ദ വേൾഡ് ക്രേവ് ഫോർ, ദാറ്റ് ഈസ് വേൾഡ്ലി ലവ്സ്. അത് നാം ഉപേക്ഷിക്കണം. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുത്. നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ ലോകം നമ്മിൽ ജീവിക്കാൻ പാടില്ല. ലോകത്തിലാണ് ജീവിക്കുന്നത്, പക്ഷേ ലോകത്തോട് നമുക്ക് അറ്റാച്ച്മെന്റ്, പറ്റുമാനം ഉണ്ടാകാനായിട്ട് പാടില്ല. ലോകത്തിന്റെ ചിന്താഗതികൾ നമ്മുടെ വാല്യൂ സിസ്റ്റത്തെ നിയന്ത്രിക്കാൻ പാടില്ല. ലോകത്തിന്റെ ചിന്താഗതികൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പാടില്ല. ഈ ലോകത്തിൽ നാം ജീവിക്കുന്നെങ്കിലും ലോകത്തിന്റെ മോഹങ്ങളല്ല നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. ലോക മനുഷ്യരെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ നമ്മെ നിയന്ത്രിക്കാൻ നാം അനുവദിക്കാനായിട്ട് പാടില്ല. അതാണ് പ്രപഞ്ചമോഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നാം വർജിക്കേണ്ട രണ്ടാമത്തെ കാര്യം പ്രപഞ്ചമോഹങ്ങൾ. ഓർക്കണം, ഇത് വർജിച്ച് ജീവിക്കാൻ രക്ഷിച്ച കൃപ നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. രക്ഷിച്ച കൃപ ഇത് രണ്ടും വർജിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി അതിന്റെ പോസിറ്റീവ് ലെസൺസിലേക്ക് വരിക. കൃപ പഠിപ്പിക്കുന്ന പോസിറ്റീവായിട്ടുള്ള പാഠം എന്താണ്? നാം പിൻപറ്റേണ്ട കാര്യങ്ങൾ. ഇതുവരെ പറഞ്ഞത് നാം വിട്ടുകളയേണ്ട കാര്യങ്ങൾ, തിങ്സ് ദാറ്റ് വി ഷുഡ് ഡിനൈ. ഇനി തിങ്സ് ദാറ്റ് വി ഷുഡ് ഫോളോ. നാം പിൻപറ്റേണ്ട 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1, സുബോധത്തോടെ ജീവിക്കുക. 2, നീതിയോടെ ജീവിക്കുക. 3, ഭക്തിയോടെ ജീവിക്കുക. ഓർക്കണം, കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ജീവിതശൈലിയാണ് ഈ പറയുന്നത്. കൃപയാൽ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുടെ ജീവിതശൈലി എങ്ങനെയുള്ളതായിരിക്കണം? അത് സുബോധത്തോടുകൂടി ഉള്ളതായിരിക്കണം. സുബോധം എന്ന് പറഞ്ഞാൽ സെൽഫ് കൺട്രോൾ ആണ്. സെൽഫ് മാസ്റ്ററി എന്നും അത് തർജ്ജമ ചെയ്തിട്ടുണ്ട്. സ്വയ നിയന്ത്രണം. അത് നമ്മുടെ ആന്തരിക ജീവിതത്തെ സൂചിപ്പിക്കുന്നതാണ്. ദാറ്റ് ടോക്സ് അബൌട്ട് അവർ personal inner life, our thoughts, our aspirations, our imaginations. നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഭാവനകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ അതെല്ലാം നിയന്ത്രണ വിധേയമായിരിക്കണം. നമുക്കറിയാം, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ചിന്തകളുടെ മേൽ ഒരു നിയന്ത്രണവും നമുക്കുണ്ടായിരുന്നില്ല. മനസ്സിൽ വരുന്ന എല്ലാം ചിന്തിക്കും, എന്ത് വേണേലും ആഗ്രഹിക്കും. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ എൻ്റെ ഇന്നർ വേൾഡ്, ആന്തരിക ലോകം
നിയന്ത്രണ വിധേയമാകണം. എല്ലാം ചിന്തിക്കാൻ പാടില്ല, എല്ലാം ആഗ്രഹിക്കാൻ പാടില്ല, എല്ലാം ഭാവനയിൽ കാണാൻ പാടില്ല. സ്വയം നിയന്ത്രണം, സെൽഫ് മാസ്റ്ററി. കൃപ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. രക്ഷിക്കപ്പെട്ടവര്, കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്നവര്, they should live a life of self control. സ്വയം നിയന്ത്രണ ജീവിതം അവര് നയിക്കണം. ഇനി രണ്ടാമത്, അവര് നീതിയോടെ ജീവിക്കണം. നീതിയോടെ എന്ന് പറയുന്നത് ബാഹ്യ ജീവിതത്തെ ഉദ്ദേശിച്ച് പറയുന്നതാ. നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾ, നമ്മുടെ വാക്കുകൾ. So righteously refers to integrity and uprightness in our life. വിശ്വാസികളുടെ ജീവിതത്തിൽ അപ്രൈറ്റ്നെസ് ഉണ്ടായിരിക്കണം, ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ പരമാർത്ഥത ഉണ്ടായിരിക്കണം, നേരുണ്ടായിരിക്കണം. വിശ്വാസികൾ നേരില്ലാത്തവരായിരിക്കാൻ പാടില്ല. വിശ്വാസികൾ പരമാർത്ഥതയുള്ളവരായിരിക്കണം, നേരുള്ളവരായിരിക്കണം, നീതിയുള്ളവരായിരിക്കണം. എന്ന് പറഞ്ഞാൽ അന്യോന്യ ബന്ധങ്ങൾ, വാക്ക് പാലിക്കുന്ന കാര്യം, മറ്റുള്ളവരിലോടുള്ള നമ്മുടെ ഇടപാടുകൾ, ബാഹ്യ ജീവിതം, അതിനെയാണ് റൈച്ചസ്നെസ് എന്നുള്ളത് സൂചിപ്പിക്കുന്നത്. നീതിയോടുകൂടിയുള്ള ജീവിതം. മൂന്നാമത് വേറൊരു മേഖലയുണ്ട്, ഭക്തിയോട്. അത് ദൈവവുമായുള്ള നമ്മുടെ ഇടപാടുകളെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. അവർ ട്രാൻസാക്ഷൻസ് വിത്ത് ഹെവൻ. ലിവ് എ ലൈഫ് ഓഫ് ഹോളിനെസ് ആൻഡ് ഡിവോട്ടഡ്നെസ് ടു ഗോഡ്. ദൈവത്തോട് ഭക്തിയും ആദരവുമുള്ള ജീവിതം. അപ്പൊ ഇവിടെ കൃപ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്നുവെന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. കൃപ എന്തിനെയൊക്കെ ബാധിക്കുന്നു? കൃപ എന്റെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുന്നു. കൃപ അഫക്ട്സ് മൈ ഗ്രേസ് അഫക്ട്സ് മൈ പേഴ്സണൽ ഇന്നർ ലൈഫ്. സെക്കൻഡ്ലി, ഗ്രേസ് അഫക്ട്സ് മൈ ഔട്ടർ ലൈഫ്, മൈ ഡീലിംഗ്സ് വിത്ത് അതേഴ്സ്. thirdly, grace affects my attitude to God, my transactions with God. കൃപ എന്റെ ആന്തരിക ജീവിതത്തെ ബാധിക്കുന്നു. രണ്ട്, കൃപ എന്റെ ബാഹ്യ ജീവിതത്തെ ബാധിക്കുന്നു. മൂന്ന്, കൃപ എന്റെ ദൈവവുമായുള്ള ഇടപാടുകളെ ബാധിക്കുന്നു. അപ്പോ മൂന്ന് ലോകങ്ങളും നിയന്ത്രണ വിധേയമാകണം. There are three worlds: inner world, outer world and upper world. ഉള്ളിലെ ലോകം, പുറമേയുള്ള ലോകം, മുകളിലത്തെ ലോകം. ഈ മൂന്ന് ലോകങ്ങളിലെയും നമ്മുടെ ഇടപാട് ശരിയായിരിക്കണം. എന്നോടുള്ള തന്നെയുള്ള സെൽഫ് വേർഡ് അത് ശരിയായിരിക്കണം. ഔട്ട് വേർഡ്, മറ്റുള്ളവരോടുള്ള എൻ്റെ ഇടപാട് ശരിയായിരിക്കണം. ഗോഡ് വേർഡ്, ദൈവവുമായുള്ള ഇടപാടും ശരിയായിരിക്കണം. അപ്പോൾ നോക്കുക, ദൈവകൃപ രക്ഷിക്കുന്ന ഒരാളെ ടോട്ടലി ദൈവകൃപ മാറ്റുക. 2 കൊരിന്ത്യർ 5:17 ഉണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ മെച്ചപ്പെടുമെന്നല്ല, അവൻ പുതിയ സൃഷ്ടിയാണ്. ലിവിംഗ് ബൈബിളിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് ഹി ഈസ് എ ബ്രാൻഡ് ന്യൂ പേഴ്സൺ എന്നാണ്. പുത്തൻ കാറൊക്കെ മേടിക്കുമ്പോൾ പറയും ബ്രാൻഡ് ന്യൂ കാറാണ് എന്ന് പറയും. സോ ഇഫ് എനി മാൻ ബി ഇൻ ക്രൈസ്റ്റ്, ഹി ഈസ് എ ബ്രാൻഡ് ന്യൂ പേഴ്സൺ. He is not a reformed person. He is not a renovated person. He is not a decorated person. He is a new person. രക്ഷിക്കപ്പെട്ട ഒരാള് മെച്ചപ്പെട്ട ഒരാളല്ല, വെള്ളപൂശിയ ഒരാളല്ല, കുറെയൊക്കെ മര്യാദ വന്ന ആളല്ല. രക്ഷിക്കപ്പെട്ട ആളെ കുറിച്ച് വചനം പറയുന്നത് അയാൾ പുതിയ ആളാണെന്നാണ്. ഈസ് എ ന്യൂ പേഴ്സൺ. ഇതെല്ലാവരുടെ കാര്യത്തിലും ശരിയായിരിക്കണം. ഈ തിരുവഴുത്തിൽ പറയുന്ന കാര്യം കുറച്ചു പേരുടെ കാര്യമല്ല, വിശ്വാസികളുടെ എല്ലാവരുടെയും കാര്യം ഇങ്ങനെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവര് പുതിയ വ്യക്തികളാണ്. അപ്പോ ഈ പുതിയ സൃഷ്ടികളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും ബാധിക്കുന്നു. ആന്തരിക ജീവിതം, ബാഹ്യ ജീവിതം, ഉയരത്തിലെ ലോകവുമായി ദൈവവുമായുള്ള ഇടപാടുകളെ ബാധിക്കുന്നു. അപ്പൊ ഇവിടെ നോക്കുക, ഗ്രേസ് ഓഫ് ഗോഡ് സെറ്റിൽസ് മൈ പാസ്റ്റ്, പ്രിസർവ്സ് മൈ പ്രസന്റ് ആൻഡ് ചേഞ്ചസ് മൈ ഫ്യൂച്ചർ. ദൈവത്തിന്റെ കൃപ എന്റെ കഴിഞ്ഞ കാലത്തെ ശരിയാക്കുന്നു. കഴിഞ്ഞ കാലത്ത് ഞാൻ പാപിയായി കൊള്ളതാത്തവനായി ജീവിച്ചു, അത് മുഴുവനും ദൈവകൃപ സെറ്റിൽ ചെയ്തു. പിന്നെ ഇറ്റ് പ്രിസർവ്സ് മൈ പാസ്റ്റ്, ഇന്ന് ശരിയായി ജീവിക്കുവാൻ ദൈവകൃപ എന്നെ പഠിപ്പിക്കുകയാണ്. പിന്നെ മൂന്നാമത് നമ്മളോട് പറഞ്ഞു വരുന്നത് കർത്താവിന്റെ പ്രത്യക്ഷതയുടെ കാര്യമാണ്, നമ്മുടെ ഭാവിയുടെ കാര്യമാണ്. അത് വ്യത്യാസപ്പെടുത്തുന്നു. അപ്പൊ ദ ഗ്രേസ് ഓഫ് ഗോഡ് സെറ്റിൽസ് മൈ പാസ്റ്റ്. കൃപ, ദൈവകൃപ എന്റെ കഴിഞ്ഞ കാലത്തെ ക്രമപ്പെടുത്തുന്നു, ശരിയാക്കുന്നു. രണ്ട്, ഇറ്റ് പ്രിസർവ്സ് മൈ പ്രസന്റ്, എന്റെ വർത്തമാനകാലത്തെ അത് സൂക്ഷിക്കുന്നു, നിയന്ത്രണ വിധേയമായി സൂക്ഷിക്കുന്നു. ഇറ്റ് ചേഞ്ചസ് മൈ ഫ്യൂച്ചർ, എന്റെ ഭാവിയെയും അത്
രൂപാന്തരപ്പെടുത്തുന്നു, അത് വ്യത്യാസപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് രക്ഷിക്കുന്ന കൃപ രക്ഷിച്ചിട്ട് ഇട്ടേച്ചു പോകുന്ന കൃപയല്ല, മരണം വരെ അല്ലെങ്കിൽ കർത്താവിന്റെ വരവ് വരെ നമ്മിൽ ഒരു വലിയ ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്ന കൃപയാണ്. ഗ്രേസ് എക്സസൈസസ് എ പ്യൂരിഫൈങ് ഡിസിപ്ലിൻ in the lives of all those whom he saves. A purifying discipline. രക്ഷിക്കുന്ന കൃപ വിശുദ്ധീകരിക്കുന്ന, നന്നാക്കുന്ന, പുതുതാക്കുന്ന ഒരു വേല രക്ഷിക്കപ്പെടുന്ന എല്ലാവരിലും ചെയ്യും. ഈ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് 1 യോഹന്നാൻ 3:9 യോഹന്നാൻ പറയുന്നുണ്ട്. ദൈവമക്കളെ കുറിച്ച് എല്ലാം പറയുന്ന ഒരു കാര്യമാണ്. അവിടെ 1 യോഹന്നാൻ 1 John 3:9 അവിടെ പറയുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചില്ല, അവന് പാപം ചെയ്യാൻ കഴിയുകയുമില്ല. ഇവിടെ പാപം ചെയ്യുന്നില്ല എന്ന് പറയുന്നത് തുടർമാനമായി പാപ ജീവിതത്തിൽ ജീവിക്കുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു ദൈവദാസൻ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, എ ബോൺ അഗൈൻ പേഴ്സൺ ഡസ് നോട്ട് കണ്ടിന്യൂവലി ഹാബിച്വലി ഇൻ an uninterrupted and unbroken pattern continue to practice sin. രക്ഷിക്കപ്പെട്ട ഒരാളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു പാപവും വരികയില്ലെന്നല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പാപം വരുന്നു എന്ന് മനസ്സിലാകുന്ന ഉടനെ, ചിന്തയിലോ നോട്ടത്തിലോ മനോഭാവത്തിലോ വന്നു എന്ന് മാനസ്സിലാകുന്ന ഉടനെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കൃപയ്ക്കായി നാം യാചിക്കണം. അതാണ് ക്രിസ്തീയ ജീവിതം. എന്നാൽ രക്ഷിക്കപ്പെട്ട ഒരാളെ കുറിച്ച് പറയാൻ കഴിയുന്ന ഒരു കാര്യം, കണ്ടിന്യൂവലി, തുടർമാനമായി, ഹാബിച്വലി, തന്റെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമായി, അൺഇൻറ്ററപ്റ്റഡ്ലി, അതായത് ഇടതടവില്ലാതെ, അൺബ്രോക്കൺ, ഒരു ഇടയ്ക്ക് ഒരു വിഘ്നവും സംഭവിക്കാതെ പാപത്തിൽ തുടരുക, അങ്ങനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഇല്ല. അപ്പോ he does not continually, habitually, in an uninterrupted and unbroken pattern continue to practice sin. ദൈവത്തിൽ ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം അതാ. ഒരു വീഴ്ചയും അവന്റെ ജീവിതത്തിൽ വരുന്നില്ലെന്നല്ല, അവൻ പരിപൂർണനാകുന്നു എന്നല്ല, നമ്മൾ ആരും അങ്ങനെയല്ല. എന്നാൽ അവന്റെ സ്വഭാവ ശൈലി എന്ന് പറയുന്നത് നീതിയിലും വിശുദ്ധിയിലും ജീവിക്കുന്നതാണ്. അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വീഴ്ച ഉണ്ടാകുന്നുണ്ടായിരിക്കും. ആ വീഴ്ച ഉണ്ടായെന്ന് മനസ്സിലാകുന്ന ഉടനെ അത് സെറ്റിൽ ചെയ്ത് പോണം. ഒരാളോട് എൻ്റെ മനസ്സിൽ അസൂയ തോന്നിയെന്ന് വിചാരിക്കുക, ചിലപ്പോൾ ആ അസൂയ ഞാൻ ഒരു മിനിറ്റ് എന്റർടൈൻ ചെയ്തെന്ന് വരാം. എന്നാൽ ഇത് മനസ്സിലാകുന്ന ഉടനെ, കർത്താവേ ഐ എം സോറി, ആ ചിന്ത ഞാൻ എന്റർടൈൻ ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ അത് ഏറ്റു പറഞ്ഞു, ക്ഷമിക്കണം, നിന്റെ കൃപ എനിക്ക് വേണം. അങ്ങനെ തുടർമാനമായി യാചിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതമാണ് ദൈവകൃപയുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവകൃപ, രക്ഷിക്കുന്ന കൃപ നമ്മെ പഠിപ്പിക്കുന്നു ഒരു പ്യൂരിഫൈയിങ് ഡിസിപ്ലിൻ, നമ്മെ ശുദ്ധീകരിക്കുന്നതായ ഒരു പ്രക്രിയ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ തുടർമാനമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി അതിന്റെ ഒടുവിലത്തെ കാര്യം ഒന്ന് നോക്കിയേ. അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇത് പറഞ്ഞിട്ട് അതോട് ചേർത്ത് പറയുകയാണ്, അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. 14-ാമത്തെ വാക്യം, വേഴ്സ് 14. ദൈവകൃപ, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ച് ഈ കൃപ നമുക്ക് ഒരുക്കി തന്നത് എന്തിനാണ്? സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുക്കാനാണ്. ഡെലിവർ us from all that is sinful. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് സകല അധർമ്മത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കാനാണ്. ഇനി സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കാനാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മൾ ദുഷ്പ്രവർത്തികൾ ശുഷ്കാന്തിയുള്ളവരാണ്. ഇന്ന് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നാം നല്ല പ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. മൂന്നാമത്, നമ്മെ തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന്, ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക എന്നാണ് അർത്ഥം. സെപ്പറേറ്റഡ് എന്നാണ്. സാങ്ക്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ സെറ്റ് അപ്പാർട്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ കർത്താവ് എന്തിനാ മരിച്ചത്? അവിടെ പറയുകയാണ്, ഇതിനായി തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. കർത്താവ് എന്തിനാ മരിച്ചതെന്ന് ചോദിച്ചാൽ നമ്മുടെ പെട്ടെന്നുള്ള ഉത്തരം, നമ്മുടെ പാപശിക്ഷയിൽ നമ്മെ വിടുവിച്ച് നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകാനാണ് എന്നുള്ളതാണ് നമ്മുടെ പെട്ടെന്നുള്ള ഉത്തരം. ആ ഉത്തരം ശരിയാണ്, അതിനെ തെറ്റൊന്നുമില്ല. എന്നാൽ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിൽ പോകുന്നു നരകത്തിൽ പോകുന്നതായ കാര്യമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, കർത്താവ് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തത് മരിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിക്കാനാണെന്നല്ല ഈ വാക്യം പറയുന്നത്. മരിച്ചു കഴിഞ്ഞുള്ള കാര്യം ശരിയാണ്, പക്ഷേ ഇവിടെ പറയുന്നത് സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായി
വേർപെട്ട ഒരു ജീവിതം നയിക്കണം. അതെവിടെ നയിക്കണം? സ്വർഗത്തിൽ നയിക്കാനല്ല. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നാം അങ്ങനെ ജീവിക്കാൻ വേണ്ടിയാണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്. അപ്പോ കർത്താവിന്റെ മരണത്തിന്റെ നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലുള്ള പ്രായോഗിക വശം, മരണശേഷം കർത്താവിന്റെ കൂടെ നമ്മൾ ആയിരിക്കുമ്പോൾ മരിച്ചുകൊണ്ട്, അത് ശരിയാ. എന്നാൽ അത് മാത്രമല്ല, ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് ഈ ലോകത്തിൽ നാം ശരിയായി ജീവിക്കാനാണ്. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം നമുക്കറിയാവുന്ന ഒരു വാക്യമാണ്. നാം പാപം സംബന്ധിച്ച് മരിച്ച്, 1 Peter 2:24, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിടലാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ ക്രൂശിന്മേൽ കയറി. എന്തിനാ ക്രൂശിന്മേൽ കയറിയത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് മരിച്ചു കഴിഞ്ഞുള്ള കാര്യമല്ല, സ്വർഗത്തിൽ പോകുന്ന കാര്യമല്ല. അതല്ല, ശരിയാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കണം. അത് എവിടുത്തെ കാര്യമാണ്? സ്വർഗത്തിൽ ചെന്ന് നീതിക്ക് ജീവിക്കുന്ന കാര്യമല്ല. Dead to sin and alive unto God while we live in this world. ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കണം. അതിനുവേണ്ടിയാണ് കർത്താവ് തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ കൃപയുടെ വിവിധ വശങ്ങൾ നമ്മൾ നോക്കി. എൻ്റെ ഉള്ളു മാറ്റും, പുറലോകത്തോടുള്ള ബന്ധം മാറ്റും, സ്വർഗത്തോടുള്ള ബന്ധം മാറ്റും എന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മുടെ 3 കാലത്തെയും ഇത് ബാധിക്കുമെന്നുള്ള കാര്യവും ഞാൻ പറഞ്ഞു. ഇറ്റ് സെറ്റിൽസ് മൈ പാസ്റ്റ്, കഴിഞ്ഞ കാലത്തെ കാര്യം സെറ്റിൽ ചെയ്യും. പ്രിസേർവ്സ് മൈ പ്രസന്റ്, ഈ കാലത്തെ കാര്യം ശരിയാക്കും. പിന്നെ ചേഞ്ചസ് മൈ ഫ്യൂച്ചർ. എൻ്റെ പാപത്തിന്റെ ശിക്ഷ, പെനാൽറ്റി, കൃപ മാറ്റും. എൻ്റെ പാപത്തിന്റെ മേൽ പാപത്തിന്റെ ശക്തി, പവർ ഓഫ് സിൻ, അത് കൃപ നിയന്ത്രിക്കും. പിന്നെ പാപത്തിന്റെ സാന്നിധ്യം, പ്രസൻസ് ഓഫ് സിൻ, അത് കൃപ മാറ്റും. അപ്പോ കൃപയാൽ രക്ഷിക്കപ്പെടുന്ന ഒരാള്, വൺ ഹു ഈസ് സേവ്ഡ് ബൈ ഗ്രേസ്, ഹി ഈസ് ഫ്രീ ഫ്രം ദ പെനാൽറ്റി ഓഫ് സിൻ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് അവന് വിടുതൽ കിട്ടി. രണ്ടാമത്, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് അനുദിന ജീവിതത്തിൽ അവന് വിടുതൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അഭക്തിയും പ്രപഞ്ചമോഹവും വർജിച്ച് ജീവിക്കുമ്പോൾ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് അവൻ വിടുതൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മളിവിടെ വായിച്ച പോലെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തേജസ്സോടുകൂടിയ പ്രത്യക്ഷതയിൽ പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നും നമുക്ക് വിടുതൽ ലഭിക്കും. We will be delivered from the presence of sin. So grace delivers us from the penalty of sin. It delivers us from the power of sin today, and it will deliver us one day from the presence of sin. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് കൃപ നമ്മെ വിടുവിച്ചു. 2, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ഇന്ന് നമ്മെ വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പാപത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഒരു ദിവസം നമ്മെ വിടുവിക്കും. അപ്പോ കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർത്തിരിക്കുന്ന വിശ്വാസികൾ അവരെങ്ങനെയുള്ളവരാണ്? കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്, കൃപയുടെ പാഠങ്ങൾ പഠിക്കുന്നവരാണ്, കൃപയാൽ ശുദ്ധീകരണം പ്രാപിച്ച് ജീവിക്കുന്നവരാണ്. അവരുടെ കഴിഞ്ഞ കാലവും ഈ കാലവും ഭാവി കാലവും വ്യത്യാസമുള്ളതായിരിക്കും. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഈ വേല നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലുമൊക്കെ അളവിൽ നടക്കുന്നതായിരിക്കണം. നമ്മുടെ ജീവിതത്തെ, അനുദിന ജീവിതത്തെ അത് ബാധിക്കണം. അങ്ങനെ കർത്താവിന്റെ വരവിന് വേണ്ടി ഭക്തിയോടെ നമുക്ക് നോക്കി പാർത്ത് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കും.